കോട്ടപുരം ശ്രീ വൈകുണ്ഠ ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ പാലന്തായി കണ്ണൻ നീലേശ്വരം രാജാവിൻ്റെ പടനായരായ പള്ളിക്കരയിലെ കുറുവാട്ടുകുറുപ്പിൻ്റെ തറവാട്ടിലെ കാലി മേയ്ക്കുന്ന ചെക്കനായിരുന്ന കണ്ണൻ ഒരു വേനലിൽ തളർന്ന് മാവിൽ കയറി മാങ്ങ തിന്ന് വിശപ്പടക്കി. തിന്ന മാങ്ങയുടെ അണ്ടി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞു. അണ്ടി ചെന്ന് വീണത് കുറുവാട്ടുകുറുപ്പിൻ്റെ അനന്തിരവളുടെ മേലായിരുന്നു. വിവരമറിഞ്ഞ കുറുപ്പ് കലിതുള്ളി തൻ്റെ കുലത്തെ അപമാനിച്ച കണ്ണനെ വകവരുത്താൻ കുറുപ്പ് വാളുമായി പാഞ്ഞു. പേടിച്ചരണ്ട കണ്ണൻ നാടും വീടും വിട്ട് വടക്കോട്ട് സഞ്ചരിച്ചു. മലയാള നാട് കടന്ന് കണ്ണൻ തുളുനാട്ടിലെത്തി. നേത്രാവതിപ്പുഴ കടന്ന് മംഗലാപുരം കോവിൽ കുടുപ്പാടി ഗ്രാമത്തിൽ എത്തി. അവിടെ വെച്ച് ഒരു സ്ത്രീയോട് ദാഹജലം ചോദിച്ചു. കണ്ണൻ്റെ കഥ കേട്ട ആ മുത്തശ്ശി കണ്ണനോട് അവിടെ താമസിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കണ്ണൻ അവിടെ താമസം തുടങ്ങി. വീടിനോട് ചേർന്ന് ഒരു നരസിംഹമൂർത്തിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടുത്തെ അടിച്ചുതടിയും അന്തിത്തിരിയും കണ്ണൻ ഏറ്റെടുത്തു. ഒരു നാൾ ക്ഷേത്രത്തിൽ നിവേദിക്കാൻ വെച്ചിരുന്ന പാൽ പൂച്ച കുടിച്ചു. പാൽ കാണാഞ്ഞ് മുത്തശ്ശി കണ്ണനോടായി ചോദിച്ചു, പാൽ എന്തായി കണ്ണാ? മുത്തശ്ശിയോട് എന്തു പറയും എന്നറിയാതെ അവൻ വിഷമിച്ചു. കാര്യം മനസ്സിലാക്കിയ മുത്തശ്ശി പറഞ്ഞു, സാരമില്ല കണ്ണാ, ഞാൻ നിൻ്റെ പേര് ചൊല്ലിയതാണെന്ന് കരുതിയാൽ മതി. അങ്ങനെ കണ്ണൻ പാലെന്തായി കണ്ണനായി. വർഷം 12 കഴിഞ്ഞു. കണ്ണൻ യുവാവായി മാറി. പിറന്ന നാടിൻ്റെയും പെറ്റമ്മയുടെയും ഓർമ്മകൾ കണ്ണനെ അലട്ടാൻ തുടങ്ങി. കണ്ണൻ മുത്തശ്ശിയോട് കാര്യം പറഞ്ഞു. സങ്കടത്തോടെ മുത്തശ്ശി സമ്മതം മൂളി. 12 വർഷം താൻ വിളക്ക് വെച്ച് നൈവേദ്യമർപ്പിച്ച വിഷ്ണുമൂർത്തിയുടെ പള്ളിയറയ്ക്ക് മുന്നിൽ കണ്ണൻ തൊഴുതു കൈകളോടെ നിന്നു. പൊടുന്നനെ ശ്രീകോവിലിനകത്ത് വെച്ചിരുന്ന ഇരുമ്പ് തണ്ണ് തുള്ളിയുറഞ്ഞ് കണ്ണൻ്റെ കയ്യിൽ വന്നു. കണ്ണനിലും ദൈവാവേശമുണ്ടായി. മുത്തശ്ശി എടുത്തു നൽകിയ ഓലക്കുടയുമായി കണ്ണൻ പുറപ്പെട്ടു. അങ്ങനെ കണ്ണൻ ജന്മനാടായ നീലേശ്വരത്തെത്തി. അപ്പോഴാണ് കളിക്കൂട്ടുകാരനായിരുന്ന കനത്തോടനെ കണ്ടത്. വിശേഷങ്ങൾ പങ്കുവെച്ച് കണ്ണനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഭക്ഷണത്തിന് മുമ്പ് കദളിക്കുളത്തിൽ ഇറങ്ങി കുളിക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് കനത്താടൻ കുറുപ്പിനടുത്തേക്ക് കൂടി വിവരമറിയിച്ചു. കുടിപ്പകമൂത്ത് കുറുപ്പ് വാളുമായി കദളിക്കുളത്തിലേക്ക് കൂടി. താമരകൾ നിറഞ്ഞ കുളത്തിലതാ കണ്ണൻ അരയോളം വെള്ളത്തിൽ. മാനിൻ്റെ നേരെ പുലിയെന്ന പോലെ കുറുപ്പ് കണ്ണനു നേരെ പാഞ്ഞെടുത്തു. കുളിച്ചുകൊണ്ടിരുന്ന കണ്ണനെ ആഞ്ഞുവെട്ടി. കണ്ണൻ്റെ ചോര വീണ കദളിക്കുളം കുരുതിക്കളം പോലെ ചുവന്നു. കൽപ്പടവിൽ വെച്ച കണ്ണൻ്റെ ചുരികയും കുടയും അയാൾ ചിള്ളിയെറിഞ്ഞു. ആ മാത്രയിൽ ഓലക്കുട നിന്നു തുള്ളാൻ തുടങ്ങി. കണ്ണൻ്റെ ചുരിക കദളിക്കുളത്തിലെ താമരയൊക്കെയും അറുത്തിട്ട് പടിഞ്ഞാറോട്ട് കുതിച്ചു. പേടിച്ചരണ്ട കുറുപ്പ് ഭ്രാന്തനെ പോലെ വീട്ടിലേക്കൂടി. അവിടെയെത്തിയ കുറുപ്പ് ഞെട്ടി. തൻ്റെ തറവാട് നിന്നിടത്ത് ചെമ്മണ്ണും തിപ്പുകയും മാത്രം. ആലയിലെ കാലികളെയെല്ലാം നരി പിടിച്ചിരിക്കുന്നു. നാട് മുഴുവൻ അനർത്ഥങ്ങൾ കണ്ടു തുടങ്ങി. കുറുപ്പ് നീലേശ്വരം കൊട്ടാരത്തിലെത്തി തമ്പുരാനെ കണ്ടു. തൻ്റെ പടനായർക്ക് വന്ന ദുസ്ഥിതി അറിയാൻ ജ്യോതിഷിയെ വരുത്തി. കണ്ണൻ്റെ ചുരികപ്പുറമേറി കീർത്തിയുള്ള ഒരു പരദേവത വന്നിട്ടുണ്ടെന്നും തൻ്റെ നിസ്വാർത്ഥ ഭക്തിയാൽ കണ്ണനും ദൈവക്കുരുവായി മാറിയെന്നും പ്രശ്നചിന്തയിൽ തെളിഞ്ഞു. കണ്ണൻ്റെ ചുരിക ചെന്ന് നിന്ന കോട്ടപ്പുറം പൂഴിപ്പരപ്പിൽ കുറുവാട്ടുകുറുപ്പ് സ്വയം കല്ല് ചുമന്ന് ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുമൂർത്തിയെയും പാലന്തായി കണ്ണനെയും പ്രതിഷ്ഠിക്കണമെന്നും തെളിഞ്ഞു. അതിൻ പ്രകാരം നീലേശ്വരം രാജാവ് തലയിൽ വെച്ച് കൊടുത്ത മുഹൂർത്തക്കല്ലുമായി കുറുപ്പ് കോട്ടപ്പുറത്തെത്തി ക്ഷേത്രം പണിത് വിഷ്ണുമൂർത്തിയെയും പാലന്തായി കണ്ണനെയും കുടിയിരുത്തി. അങ്ങനെ കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രം ഉയർന്നു വന്നു. പിന്നീട് വിഷ്ണുമൂർത്തിയെ കോലം കെട്ടിയാടിക്കാൻ തീരുമാനിച്ചു.
അന്ന് കണ്ടാർമാരാവിന്റെ സാരഥിയായി ഒരു വ്യാഴോട്ട പതികാണ്ടേക്കാരം എന്നെ നാനാറും നീക്കുന്ന ഇരുപത്തി ഞാൻ പൂജ ചെയ്തല്ലോ എന്റെ 60 ഒരു വ്യാഴോട്ട പതികാണ്ടേക്കാരം നാനാറും നീക്കുന്ന ഇരുപത്തി പൂജ ചെയ്തല്ലോ അന്ന് നാട്ടിൽ വെച്ചിരിക്കുന്ന കണ്ണന നാട് വീട് കെട്ടി വെച്ചാൽ കുടിച്ച് കുട്ടിയുടെ ഇന്നത്തെ പറയിക്കണം വെങ്കട് കെട്ട് കെട്ടിയതായിട്ട് നായനാറ് അല്ലേ അന്ന് പറഞ്ഞായിട്ട് വഴിയുണ്ടായി അങ്ങനെ നായനാറന്ന് ഇത്രയും സ്വപ്നം കാട്ടി കണ്ടുവല്ലോ സ്വപ്നം കാട്ടി തന്നു അങ്ങനെ നായനാറിരിക്കുന്ന വടക്കേ മറ്റ് വടക്ക് തെക്കോട്ട് നിറവട്ടം പിടിച്ചോളേ പൂളിക്കാൻ നെല്ലില്ലാതെ സമുദ്രം ഉണ്ടായിരുന്നല്ലോ അല്ലേ പിള്ളേർ വന്നിരിക്കുന്ന വാരാൻ മതി സുഗിരുമാടി കടന്നുമാടി കടന്നുപോലെ അന്നുമായി ഇവിടെ നാട്ടിനകത്തും അയ്യോ ഇവിടെ നാട്ടിനകത്തും അതുപോലെ ശരിവിട്ടു അന്ന് കാഞ്ഞിലോട്ട് വരുമ്പോഴേ ആ നീരാടി ഈഴൂശാസാബ് കുതിരക്കാടിനെ കണ്ടുവന്നിച്ചു അതൊക്കെ ഞാനിപ്പോ പരിഹാരം കൊണ്ട് ചെയ്ത് കഴിക്കുന്ന തിരുവള്ളം വിശ്വസിച്ചു കണ്ടു എനിക്ക് താൻ കണ്ടുപിടിക്കുന്ന കഥയെല്ലാം എന്റെ വേടമാസം 12 തീയതി കൊണ്ടുവരുന്ന എന്റെ കുറുവാട്ടക്കുറുമ്പിന്റെ ചോരയും കഞ്ഞിയും വാങ്ങി അനുഭവിക്കുന്ന കാലത്ത് ചൊല്ലി തന്നല്ലേ ഇന്ന് എന്റേതായിരിക്കുന്ന മുതലത്തെ കന്യാചാരം തന്നെ എന്റെ കുടുംബം അല്ലേ ആ ഒരു പ്രകാരം അഭിമാനി കൊല്ലിക്കാണ്ട് മുഹൂർത്തമുണ്ട് എന്നെ നാളികേരാതിരിക്കുന്ന കളരി വരച്ചിടങ്ങത്തെ അഭിമാനി തന്നിട്ടുണ്ട് കേട്ടോ ആയിക്കോട്ടെ കൈകോട്ട് കയ്യാറിയാടി കളിയിലപ്പുറം കണ്ട് വന്നിച്ചു 4 അഞ്ചിന്റെ പോലെ തീർന്നാവ് എന്റെ നായനാർ വസിക്കം ചെയ്തു അന്ന് പള്ളി വായിച്ച പള്ളിക്കര കൊഴുവനകത്ത് പള്ളി യോജന കണ്ട് വന്നിച്ചു അല്ലേ എന്റെ കടത്താളം തന്നെ അല്ലേ അന്ന് ഒരുപാട് കൊടുപ്പിന് കർണവരത്ത് കൊടുത്തു നാട്ടിൽ കൊടുത്ത കാലത്തായി അങ്ങനെ ഇങ്ങോട്ട് കയ്യെത്തിയിട്ടുണ്ടത് കൊടുത്തോളേ അന്ന് കണ്ടേ കയ്യും അനക്ക് കൊടുത്തിരുന്ന നായി അന്ന് കളരിക്കുറപ്പിച്ചതായി ഈ കാലഭാഗത്തിരിക്കുന്നതും ഒരുപാട് കുറുമ്പത്തിരിക്കുന്നല്ലേ കണ്ടുകുട്ടികളല്ലേ അന്ന് വടൂലാറായിക്ക് വടൂട്ടു അന്ന് ഒരുപാട് അന്ന് പാലുപോലെ കണക്കും ഉദയവെള്ളച്ചോറു അന്ന് ഒരുപാട് കുറിച്ച് പറവാട്ടി എന്റെ നായനാറ് നാട്ടിൽ നരിപിടിപ്പിച്ചു തള്ളേ പിള്ളേ മൃഗത്തെ കൊണ്ട് തലയിൽ കഴിക്കുന്നത് കുറിപ്പിച്ചു ആവശ്യമൊക്കെ നടത്തിയിട്ടും ഭാഗം വിളിച്ചും എന്റെ കോട്ടപ്പുറമോയൻ ഒഞ്ഞാറ്റാ കോട്ടപ്പുറമോയൻ ആറുപേരും ചക്കറും വടക്കറും ഏകരാശിയായി കൊണ്ടുപിടിച്ച് വൈകുണ്ഠകുമാരമായി പ്രദക്ഷിണം അടുപ്പിച്ചിട്ടുണ്ട് ആ പ്രകാരം പഴയ പൊഴുതു മുഹൂർത്തം മുടങ്ങാതിയിട്ട് തക്കവണ്ണം എന്റെ പാടിയിറക്കി പാചകം മണിക്കല്ല മുഹൂർത്തം വന്നെടുത്തു അതെല്ലാം ചിന്തിച്ചതുമാണെങ്കിൽ ഏതെല്ലാം പ്രകാരം 4 വർഷത്ത് അതിന് ഇവന് ആഹാരമായിട്ട് സൗഖ്യം തരുന്നത്